ഇവരൊക്കെ നടത്തിയ കഴിഞ്ഞ ഒരു 10-25 ദിവസമായി നടത്തിയ ഒരു പരിശ്രമം, അത് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയും സമഗ്രവും അതോടൊപ്പം തന്നെ ജനക്ഷേമകരവും വികസനപരവുമായിട്ടുള്ള ഈ ബഡ്ജറ്റിനെ, ആ ബഡ്ജറ്റ് തയ്യാറാക്കിയ ഈ വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നല്ല അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ് സാറ്. നമ്മളെല്ലാവരും ഓരോ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾക്കൊക്കെ രാഷ്ട്രീയ പ്രതിനിധികളായിട്ടാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വന്നത്. അല്ലാതെ തിരഞ്ഞെടുത്ത രണ്ടംഗങ്ങൾ നമ്മളെ കൂടെയുണ്ട്. പക്ഷെ നമ്മൾ വാർഡിൽ പൊതുവായിട്ട് നടത്തുമ്പോൾ രാഷ്ട്രീയ ഭേദം കാണിക്കരുത് എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. അത് കഴിഞ്ഞ 45 കൊല്ലം ഭരിച്ച ഇടതുപക്ഷ ഭരണസമിതി കാണിച്ചിരുന്നില്ല. പകരം രാഷ്ട്രീയ വിവേചനം ഒരുപാട് കൗൺസിലിനകത്തും നഗരത്തിലും അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഇന്നത്തെ ഈ കൗൺസിൽ യോഗത്തിൽ. നമ്മൾ ഈ മാറാത്തത് മാറും എന്ന് പറയുമ്പോൾ സീറ്റ് മാറാത്തത് കൊണ്ട് അത് മനസ്സിലാവാത്തതാണ്. അവിടെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ മാറാത്തത് മാറി തുടങ്ങി എന്നുള്ളതിന്റെ സാക്ഷ്യപത്രങ്ങളാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ള പല ചർച്ചകളും. കുറെ വിരോധാഭാസങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേൾക്കുകയാണ്. കുറച്ചുപേർ പറയുന്നത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഞങ്ങൾ എതിർക്കുന്നു. അപ്പൊ പഴയ വീഞ്ഞിനെയാണോ എതിർക്കുന്നത്? അപ്പൊ നിങ്ങളിത് കഴിഞ്ഞ തവണ അവതരിപ്പിച്ചപ്പോ ഈ ബഡ്ജറ്റ് ഒക്കെ കൊള്ളാമായിരുന്നു, ഇതിപ്പോ BJP അവതരിപ്പിച്ചപ്പോ മോശമായിട്ടാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയെങ്കിലും എന്തെങ്കിലും വാചകങ്ങളിലൂടെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടത്. സാർ, ഈ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി അനസാനാഥ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പലരും പറയുന്നത് കേട്ടപ്പോ നമുക്കും ഒന്ന് ആശങ്ക തോന്നി. ഇനി നമ്മൾ പ്രിന്റ് ചെയ്തതല്ലേ ഇവരുടെ കയ്യിൽ കിട്ടിയതെന്നാണ്. ഇവർ പറയുന്നത് ഒന്നിനും പൈസ വെച്ചിട്ടില്ല, തുക വെച്ചിട്ടില്ല, ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. ആരോഗ്യ രംഗത്ത് പ്രഖ്യാപനത്തിൽ മാത്രം വെച്ചിരിക്കുന്നത് 16.2 കോടി രൂപ. ദാരിദ്ര്യ ലഘൂകരണത്തിന് വിവിധ ഹെഡുകളിലായിട്ട് 8.3 കോടി രൂപ. ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് 43.10 കോടി രൂപ. വിദ്യാഭ്യാസത്തിന് മാത്രം 8.1 കോടി രൂപ. നഗരാസൂത്രണത്തിന് 5.65 കോടി രൂപ. പ്രാദേശിക സാമ്പത്തിക വികസനം, അതിലൂടെ ദാരിദ്ര്യ ലഘൂകരണമാണ് നമ്മൾ ലക്ഷ്യമിക്കുന്നത്, അതിന് വെച്ചിരിക്കുന്ന 5.85 കോടി രൂപ. വയോജന സൗഹൃദമാക്കുന്നതിന് 13 കോടി രൂപയാണ് സാർ. യുവജനക്ഷേമത്തിന് 6 കോടി. മത്സ്യബന്ധന മേഖലയ്ക്ക് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അവരാണ് ആവശ്യപ്പെട്ടത്. ആ കൗൺസിലർ പറഞ്ഞു മഴക്കോട്ട് വേണം, കുട വേണം. അത് ഉൾപ്പെടുത്തിയപ്പോ കൗൺസിലർ വന്നിരുന്ന് ഒരുപക്ഷെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. എന്തായാലും അതിന് തുക നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് സാർ. ഇതിനൊക്കെ പുറമെ ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു പുതിയ കെട്ടിടം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ സാർ? കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കെട്ടിടം, ആധുനിക സജ്ജീകരണങ്ങൾ. ഈ പേപ്പർലെസ് കൗൺസിലൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ വേണ്ടേ? ഇവിടെ ആവശ്യപ്പെട്ടില്ലേ? ഇവിടെ നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ആ വിമർശനം ഉന്നയിച്ചപ്പോൾ കൈയടിച്ച കൗൺസിലർമാരെ നോക്കിയപ്പോൾ കഴിഞ്ഞ തവണ ഭരണസമിതിയുടെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ ആരായിരുന്നു സാർ തടസ്സമാകുന്നത്? അവരുടെ കയ്യിൽ 45 വർഷം ജനങ്ങൾ കൈനീട്ടി അങ്ങ് വച്ചു കൊടുത്തു. നിങ്ങൾ തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തപ്പോൾ അവർ ചെയ്തത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്നു. മറ്റൊന്ന്, എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച കാര്യത്തെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ സാർ അത് ഉറപ്പാണ്, അത് ജനക്ഷേമകരമായിരിക്കും, വികസനപരവുമായിരിക്കും. കാരണം ചരിത്രത്തിൽ അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാർ, നെടുമ്പാശ്ശേരി എയർപോർട്ട് എതിർത്തു, ഇന്ന് അതിന്റെ തലപ്പത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിഴിഞ്ഞത്തെ ഒരു കാലത്ത് എതിർത്തു, ഇന്ന് അതിന്റെ അഭിമാനം കൊണ്ടാണ് ഓടി കിടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ എതിർത്തിട്ടുള്ള മുഴുവൻ പദ്ധതികളും അതൊക്കെ ജനക്ഷേമകരമായിരുന്നു സാർ. അതുപോലെയാണ് PMBY. സാർ പറഞ്ഞു PMAY മാറി BY ആയിരുന്നു. അതേ സാർ, നമുക്ക് പ്ലാൻ A മാത്രമല്ല പ്ലാൻ Bയും ഉണ്ട്. ഇത് നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. നിങ്ങൾ ഉമ്മാക്കി കാണിച്ചാൽ അത് നിർത്തിയിട്ട് പോകുന്നതല്ല. നമ്മൾ പ്ലാൻ B മുന്നോട്ട് വെച്ച് തന്നെയാണ് പോകുന്നത്. നമ്മൾ പ്രധാനമന്ത്രി BY പദ്ധതി പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ ഇതെങ്ങനെ നടപ്പിലാക്കുന്നു? 20 കോടി രൂപ വെച്ചാൽ ഇതെങ്ങനെ ഫലപ്രദമാകുന്നുണ്ട്? സാർ, ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ഈ 20,000-2000-ഓളം ജനങ്ങൾക്ക് നിങ്ങൾ വസ്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു ഉറപ്പ് കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭവനം നൽകുമെന്ന ഉറപ്പ് കൂടി കൊടുത്തിരുന്നു.
അങ്ങനെ ഉറപ്പ് കിട്ടിയ അടിസ്ഥാനത്തിൽ ഭവനം വാങ്ങിയ ആൾക്കാർ കഴിഞ്ഞ 3 വർഷമായിട്ട് എത്രയോ തവണ ഈ ഇരിക്കുന്ന കൗൺസിലർമാരുടെ മുന്നിൽ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കൗൺസിലർമാരുടെ മുന്നിൽ കൈ നീട്ടി വന്ന് നിന്നില്ലേ സാർ? നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? പിടിവാശി കാരണമല്ലേ സാർ? കേവല പിടിവാശി. നിങ്ങൾ ഇവിടെ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണമെന്ന്. പ്രധാനമന്ത്രി അർബൻ ആവാസ് യോജന അർബന്റെ ലോഗോ ഇതാണ് സാർ. ഇതിലെവിടെയാണ് സാർ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ? ഇതിലെവിടെയാണ് സാർ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ? ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലോഗോയുടെ മീനിങ് ഒന്ന് നോക്കണം. സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോഗോയാണ്. നിങ്ങൾ എതിർക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിനെയാണ് സാർ. നിങ്ങൾ സ്ത്രീവിരുദ്ധരാണ്. നിങ്ങൾ വനിതകളെ അധിക്ഷേപിക്കുകയായിരുന്നു സാർ ഈ ലോക നിഷേധിച്ചതിലൂടെ. ഇവിടെ EMS ഭവന പദ്ധതി നടപ്പിലാക്കിയപ്പോ എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ EMS ഭവന പദ്ധതി എന്ന് പേരെഴുതി വച്ചാൽ മാത്രമേ എടുക്ക കൊടുക്കുകയുള്ളൂ. അവർ വന്നിരുന്ന് നമ്മളെ ജനാധിപത്യം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയും വിരോധാഭാസം. എന്തായാലും സാർ, നിങ്ങൾ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ LDF നേരിടാൻ പോകുന്നത്, കേരളം ഒട്ടേക്ക് നേരിടാൻ പോകുന്ന വലിയൊരു ചോദ്യചിഹ്നം തിരുവനന്തപുരം നഗരസഭയുടെ മേയറും ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ഭവന പദ്ധതിയായിരിക്കും സാർ. നിങ്ങൾ എണ്ണി മറുപടി പറയേണ്ടി വരും സാറ്. കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അരുൺ പറഞ്ഞു, വിനീത് LDFന്റെ കൗൺസിലർ പറഞ്ഞു, അരുൺ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2021 നീതി ആയോഗിന്റെ ലിസ്റ്റ് പ്രകാരം കേരളത്തിൽ അതിദരിദ്രർ 0.071% എന്നാണ് പറഞ്ഞത്. ആ 21 കണക്കിൽ നിന്ന് 24 നിങ്ങൾക്ക് ദാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടി 24 വരെ കാത്തിരിക്കേണ്ടി വന്നു. 0.071% നിന്ന് അത് ദാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടി 3 വർഷം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം വിട്ട സർക്കാരാണ് സാർ നിങ്ങളുടെ. നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണമായിരുന്നു സാർ. കേന്ദ്രത്തിന്റെ റേഷൻ വിതരണമില്ലായിരുന്നുവെങ്കിൽ പട്ടിണി ഇനിയും നിലനിൽക്കുമായിരുന്നില്ലേ? കോവിഡ് കാലഘട്ടത്ത് 130 കോടി ജനങ്ങളെയും പട്ടിണിയില്ലാതെ, ഒരു പട്ടിണി മരണം പോലും ഇല്ലാതെ ചേർത്ത് പിടിച്ച സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ് സാർ. സാർ, ഇതെല്ലാം മറന്നുപോകരുത്. നിരവധി ആൾക്കാരോട് പറഞ്ഞു, രാഷ്ട്രീയ വിമർശനങ്ങൾ പൊതു ചർച്ചയാണ് ഉണ്ടാകും. ഇവിടെ കേരളത്തെ പോലെ സ്വപ്നം കാണാൻ കഴിയുന്നില്ലെന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ കേരളത്തിന്റെ ദുസ്വപ്നമല്ലേ സാർ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ? ആ സർക്കാരിനെ എങ്ങനെയാണ് നമ്മൾ ഈ ആമുഖ പ്രസംഗത്തിൽ പ്രകടിപ്പിച്ച് പറയുന്നത്? നമ്മൾക്ക് അതിനുള്ള സാധ്യതയില്ല സാർ. പെൻഷൻ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട രാജീവ് രവികുമാർ പറഞ്ഞു, അത് എക്കാലഘട്ടത്തിൽ എവിടെ നിന്ന് കൊടുത്തു എന്ന് കൂടി വ്യക്തമാക്കാൻ തയ്യാറാവണം സാർ. സാർ, ഇവിടെ ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂടി ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡർ SP ദീപക്, അദ്ദേഹം ഒരു കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ആ കമ്മീഷന്റെ ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹം തുറന്നു പറഞ്ഞു, വഞ്ചിയൂർ പട്ടിണി മണ്ണ് വാരിക്കുന്നത് അത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ് സാർ. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ചെയർമാൻ സ്ഥാനം പോയി MLA സ്ഥാനാർത്ഥി പോലും അല്ലാതെ കൗൺസിലിലേക്ക് വന്നിരിക്കേണ്ട ഗതികേടുണ്ടായ കൗൺസിൽ പാർട്ടി ലീഡറെ വേണ്ടി നിർത്തിയിട്ടാണോ നിങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നത്? ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്ത് വഞ്ചിയൂർ മണ്ണ് വാരി തിന്ന ജനങ്ങളെയാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. അത് പറഞ്ഞത് ഞങ്ങളാരുമല്ല, നിങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡറാണ് സാർ. സാർ, ഇവിടെ വഞ്ചിയൂർ കൗൺസിലർ ശങ്കരൻകുട്ടി നായർ പറഞ്ഞു, കുട്ടിന് തേങ്ങയിടുന്നത് പോലെയാണത്, മാറാത്തത് മാറും. സാർ, കുട്ടിന് തേങ്ങയിടുമ്പോഴാണ് അതിന്റെ രുചി കൂടുന്നത് സാർ. അതുകൊണ്ട് മാറാത്തത് മാറണമെന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയും. അതാണ് അതിന്റെ സൗന്ദര്യം, അതാണ് അതിന്റെ ഭംഗി. അത് നമ്മൾ ഈ തേങ്ങയിടുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും സാർ. അത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സാർ. സാർ, അതുപോലെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഭവന പദ്ധതി ഫോട്ടോ വയ്ക്കുന്ന കാര്യം സൂചിപ്പിച്ചു. പെട്രോൾ വാങ്ങാനെന്ന് അമേരിക്ക പറഞ്ഞു മുദ്രിച്ചത് ആരുടെയാണെന്ന് കണ്ടറിയണം സാർ. ഇന്ന് ട്രംപ് നമ്മൾ പറയുക നടക്കുന്നത് ലോകത്തെ മുഴുവൻ ആൾക്കാരും തിരിച്ചറിഞ്ഞിരിക്കുന്ന ഏറ്റവും ആത്മാഭിമാനമുള്ളതിനെതിരായിട്ട് ഇന്ത്യ മാറുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലാണ് സാർ. പക്ഷേ ഒരു കാര്യം കൂടി സംഭവിച്ചു. സന്ദേശം സിനിമ കാലത്തിന് അതീതമായിട്ട് ഉണ്ടായ ഒരു സിനിമയാണ് സന്ദേശ സിനിമ. അതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അയാൾ ഒറ്റയ്ക്ക് ആരും അറിയാതെ അമ്പലത്തിൽ പോകുന്ന കഥ അറിയാതെ പറഞ്ഞു. തിരുച്ചമ്പല അമ്പലത്തിൽ കുളിച്ചു തൊഴാൻ പോകുമ്പോൾ ഞാൻ പുറകിലുണ്ടായിരുന്നു എന്ന് പറയുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റുകാര് അതുപോലെ അറിയാതെ പറഞ്ഞു, ഞാൻ ബീഹാറിലൊന്നും പോയിട്ടില്ല, പക്ഷെ ഞാൻ വാരണാസി പോയിട്ടുണ്ട്. വാരണാസി എന്ത് നേരത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം. പോയത് തൊഴുന്നത് നന്നായി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോഴും ഈ കൗൺസിലിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് മാത്രമാണ് സൂചിപ്പിക്കേണ്ടത് സാർ. സാർ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ
ഈ സ്കൂളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ 25 ലക്ഷം പഠിച്ചതിനെ കുറിച്ച്. പക്ഷേ വികസന സെമിനാറിൽ പങ്കെടുത്തവർക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർ, അദ്ദേഹം ന്യൂനപക്ഷ വകുപ്പിന്റെ കൂടി സഹമന്ത്രിയാണ്. അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ഒരു ഉറപ്പുണ്ട് സാർ, ഒരു നിശ്ചിത ശതമാനം ന്യൂനപക്ഷങ്ങളുണ്ടെങ്കിൽ ആ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളും തിരുവനന്തപുരം നഗരസഭയിൽ നിർമ്മിച്ചു തരുമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സാർ. സാർ ഇവിടെ കുറച്ചു മുമ്പ് നമ്മുടെ ഒരു സഹോദരി പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നത് ചെയ്യും, ചെയ്യുന്നത് പറയുമോ എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമായിരിക്കും സാർ ഈ ബഡ്ജറ്റ്. മറ്റൊന്ന്, ഇവിടെ ശ്രീ RP ശിവജി കേരളത്തിലെ ജാതി വിവേചനം അവസാനിപ്പിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിന് സാർ എന്താണ് സാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ എന്താണ് നിയമം സാർ? ഇവിടെ ജാതി വിവേചനം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിനകത്തുണ്ടായിട്ടുള്ള നവോത്ഥാന നായകരുടെ പങ്കുണ്ടാണ്. അന്ന് കമ്മ്യൂണിസത്തെ കുറിച്ച് മാർക്സിസ്റ്റ് ചിന്തിച്ചു പോലുമില്ല. അയ്യങ്കാളിയുടെയും നാരായണഗുരുദേവന്റെയും അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെയും അയ്യാഗുരുവിന്റെയൊക്കെ ശ്രമഫലമായിട്ടാണ് സാർ ഈ സമൂഹത്തിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ സമൂഹത്തിനകത്ത് തന്നെ നവോത്ഥാന നായകർ കാലാനുസൃതമായി വളർന്നു വരും സാർ. അതാണ് ഈ ദേശത്തിന്റെ ഒരു പ്രത്യേകത, ഈ നാടിന്റെ ഒരു പ്രത്യേകത, ഈ ദേശീയതയുടെ പ്രത്യേകത എന്ന് മറന്നുപോകരുത്. ഇവരുടെ പറഞ്ഞപ്പോ വിശന്നു വരഞ്ഞ മധുവിനെ തല്ലിക്കൊന്ന കാലഘട്ടം നമ്മളാരും മറന്നിട്ടില്ല. വിശന്നു വരഞ്ഞ് ഒരു പിടി അരി എടുത്തതിന്റെ പേരിൽ തല്ലിക്കൊന്നത് ഇതേ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴല്ലേ സാർ? സാർ, ആ മധുവിന്റെ കാര്യം നമ്മൾ മറന്നിട്ടില്ല. കേവലം 5 ലക്ഷത്തിന് താഴെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വനവാസികളുടെ എണ്ണം. എത്രയോ വർഷമായിട്ട് പലരും മാറി മാറി ഭരിച്ചു. ഈ 5 ലക്ഷം ജനങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അതൊന്ന് ചിന്തിച്ചൂടെ? ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങൾ ST വിഭാഗത്തിന് വകയെത്തി തുക വച്ചുന്ന 5 ലക്ഷത്തിനാണ് ഹരിച്ചു നോക്കിയാൽ ആളോഹരി എത്ര രൂപ എത്തണം? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ട് സാർ ഇന്നും കുടിലുകളിൽ കയ്യേറ്റ സാഹചര്യം ഉണ്ടാവും സാർ? പിന്നെ ഇവിടെ ചോദിച്ചു എന്തിനാണ് മാതൃകയാക്കിയത് SP ദീപക്? സാർ, നമ്മളെന്തായാലും SP ദീപകിന്റെ മാതൃക പിന്തുടരാൻ ആഗ്രഹിക്കില്ല. കാരണം ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചത് അദ്ദേഹം ഉപയോഗിച്ച 2 വാക്കുകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ നിലവാരത്തെ സൂചിപ്പിക്കുന്നത് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. മറ്റൊന്ന്, ആൾപ്പാർട്ടി മീറ്റിംഗിൽ ഇരുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എഴുതിത്തരാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡറോട് കൊടുത്ത കത്ത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് സാർ. സ്വന്തം വാർഡിൽ മാത്രം 4 പദ്ധതി എഴുതിക്കൊണ്ട് കൊടുത്ത് മാതൃകയായ നിങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡർ നമുക്കെങ്ങനെ മാതൃകയാക്കാൻ കഴിയും സാർ? നമ്മളതല്ല മാതൃകയാക്കുന്നത്. നമ്മൾ മാതൃകയാക്കണം നരേന്ദ്രമോദി എന്തിന് മാതൃകയാക്കണമെന്നല്ലേ ചോദിച്ചത് സാർ? മാതൃകയാക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് സാർ. ഇഷ്ടംപോലെ കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. അഴിമതിമുക്ത ഭരണം മാതൃകയാക്കട്ടെ സാർ. അഴിമതിമുക്ത ഭരണം, വികസനത്തിന്റെ ഇവിടെ കണക്കുകൾ അവതരിപ്പിച്ചു, വളർച്ചാ നിരക്ക് 5ാം സാമ്പത്തിക ശക്തിയെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയിട്ടുള്ള അംഗീകാരം മാതൃകയാക്കട്ടെ ഇവിടെ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് കോവിഡ് വാക്സിൻ ഉത്പാദിച്ചില്ലേ കേരളം പ്രഖ്യാപിച്ചവിടെ ഇതുകൊണ്ട് വരുന്നത് ക്യൂബയിൽ നിന്ന് പോയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുത്തതല്ലാതെ എന്തെങ്കിലും ഒരു അംശം തുക കൂടുതൽ ചെലവഴിക്കാൻ കേരള സർക്കാർ കഴിയും? ആ കോവിഡ് വാക്സിന്റെ പേരിൽ മാത്രമാണ് കോവിഡ് കിറ്റ് വരെ അഴിമതിക്ക് കാരണമാക്കിക്കൊണ്ട് അത് കമ്മീഷൻ അടിച്ച ഇടതുപക്ഷ നേതൃത്വമാണ് നമ്മളോട് ചോദിക്കുന്നത് എന്തിനു മാതൃകയാക്കണം? നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ മാതൃകയാക്കില്ല സാർ. നിങ്ങളെ മാതൃകയാക്കുകയാണെങ്കിൽ അത് എങ്ങനെ ആകാതിരിക്കണം എന്നുള്ളതിന്റെ മാതൃകയായിട്ട് ചിലപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കും സാർ. അതുപോലെ ഡിജിറ്റൽ ഇന്ത്യ ഭാരതം നൽകിയ മാതൃകയില്ല സാർ. സാർ, അതുപോലെ നമ്മൾ BJP പ്രവർത്തകരാണ് സാർ. നമുക്ക് വലുത രാഷ്ട്രമാണ്, നമുക്ക് അത് വേണ്ടിയ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന് അങ്ങനെയാണ്. അവർക്ക് അവരുടെ പാർട്ടി വളർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അവർ കടന്നു ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങളിന്ന് ഉപ്പിലിട്ട ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി നിങ്ങൾ ഇവിടെ എത്തിയതിന് കാരണക്കാർ നമ്മളല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം വളർന്നത് കൊണ്ടാണ് സാർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കൊള്ളത്തരം ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ എന്താണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളത് ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ച നമ്മുടെ ഒരു MP ഉണ്ട് സദാനന്ദ മാഷ്. അദ്ദേഹം രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ കൃത്രിമ കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം നടത്തിയ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ തിരിച്ചറിഞ്ഞു സാർ കമ്മ്യൂണിസ്റ്റുകൾ എന്താണെന്നുള്ളത്. എണ്ണി പറഞ്ഞില്ലേ സാർ? ഇവിടെ ജീവിക്ക് ചേർന്ന് കളിയാക്കിയോ, നമ്മളൊന്ന് സഖാവ് ചേർന്ന് കളിയാക്കി തരാം.
കഴിഞ്ഞ കൗൺസിലുണ്ടായിരുന്ന ഒരു സഖാവ് രാജ്യത്തിന് ഓർമ്മയുണ്ടോ? എന്തിനാണ് സാർ പുറത്തായത്? കഴിഞ്ഞ ഭരണസമിതിയിലെ 2 അംഗങ്ങൾ രാജിവെച്ചിട്ടാണ് CPM ഭരണസമിതി ഇവിടെ മത്സരം നേരിട്ടത്. 2 പേർ നേരിട്ടത്. ഒരാൾ എന്തുകൊണ്ടാണ് രാജിവെച്ചത്? ഭരണസമിതിയിലായതിന്റെ ഒറ്റ പേര് മറ്റുള്ളവർക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തുകൊണ്ട് രാജിവെച്ച് പുറത്തു പോയിരിക്കും. വേറൊരാൾ സഖാവ് രാജിയത് ജനങ്ങൾക്ക് ഇവിടെ നഗരസഭ അനുവദിച്ച മറ്റുപയോഗിച്ച് ചെയ്യുന്ന റോഡിലെ കമ്മീഷൻ എണ്ണി വാങ്ങിച്ചതിന്റെ പേരിൽ രാജിവെക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള സഖാക്കന്മാരെ നമ്മൾ ഒരിക്കലും മന്ത്രിയാക്കില്ല സാർ. അതുപോലെ തന്നെ ഇവിടെ ആമയും തേങ്ങയും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. സാർ, തേങ്ങ എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ് സാർ? കേരളത്തിൽ. ആ കേരളത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നാട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളെ തേങ്ങ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ നാശം എടുത്തു കഴിഞ്ഞു സാർ. നിങ്ങളുടെ അവസാനം എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ മാറുന്നത് മാറുമെന്ന് നമ്മൾ പറഞ്ഞത് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് മാറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഈ എഡ്യൂക്കേഷൻ സമയത്തൊക്കെ നമ്മൾ എത്ര തവണ നിങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ കാണിക്കുന്ന കൊള്ളരുതായ്മ കാരണം വാർത്തകളെല്ലാം അശാസ്ത്രീയമാകുകയാണുള്ളത്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തായാലും ഈ എഡ്യൂക്കേഷനിൽ നിങ്ങളെ 10 വാർഡ് സൃഷ്ടിച്ചെങ്കിൽ 10-ൽ 7 ജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് സാർ. സാർ, നിങ്ങളുടെ 14 സിറ്റിംഗ് സീറ്റുകളാണ് സാർ നമ്മൾ വിജയിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്നത്. LDFിന്റെ 14 സിറ്റിംഗ് സീറ്റുകൾ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് കേരളത്തിൽ LDFിന് ഒരു കോർപ്പറേഷൻ, BJPക്ക് ഒരു കോർപ്പറേഷൻ. സാറേ, നിങ്ങളെ ഭരിച്ചു വരുന്ന എനിക്ക് അവസ്ഥയാണ്. കേരളത്തിൽ LDFിന് ഒരു MP, BJPക്ക് ഒരു MP. അതുകൊണ്ട് കേരളത്തിൽ പോലും നിങ്ങളെ കടത്തിവെട്ടുന്ന രീതിയിൽ BJP വളർന്നേക്കും സാർ. ഇനി പുറത്തുള്ള കാര്യം പറയുന്നില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള പെരുമാറ്റങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് തന്നെ നിങ്ങൾ പുറത്തുപോയി വോട്ട് ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി പുറത്ത് വോട്ട് ചോദിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട്. ഇവിടെ ആരാണ് സാർ അനേകം ചേട്ടൻ സാർ? ഇവിടെ ചോദിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന് എന്തുകൊണ്ട് തുക ബഹുമാനപ്പെട്ട അദ്ദേഹത്തിനോട് ഞാൻ പറയാനുള്ളത്, ഉന്നത വിദ്യാഭ്യാസ രംഗം നമ്മുടെ ആരുടെ അല്ല സാർ, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കയ്യിലേ അല്ല. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല സാർ. അതിലേക്ക് പ്രത്യേകം വകുപ്പുണ്ട് സാർ. നമുക്ക് ആകെ സർക്കാർ പള്ളിക്കൂടങ്ങൾ പ്ലസ് 2 വരെയുള്ള അത്രയും മാത്രമേ ഉള്ളൂ സാർ. അത് അങ്ങ് മനസ്സിലാക്കണമായിരുന്നു. മുനിസിപ്പാലിറ്റി ആക്ട് അവിടെ, മുനിസിപ്പാലിറ്റി ആക്ട് മാത്രമല്ല സാർ, എപ്പോഴും ഇത് മാത്രം കൊടുത്ത് പറ്റിച്ചു. കഴിഞ്ഞ ഭരണസമിതി അപ്ഡേഷൻ ചെയ്യാത്ത നിയമമാണ് നമുക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ വിതരണം ചെയ്തത് മുനിസിപ്പാലിറ്റിയോടൊപ്പം അനുബന്ധ നിയമങ്ങളുണ്ട് സാർ പാലിക്കേണ്ടത്. അത് ഉൾപ്പെടെ വിതരണം ചെയ്യണം. ഒന്ന് പഠിക്കണം. ഒന്ന് പഠിച്ച് നമുക്ക് നന്നായിട്ട് നല്ല സംവാദങ്ങൾ നടത്തിക്കൊണ്ട് 5 വർഷം ഈ നഗരസഭയുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പെരുമാറാൻ സാർ. എന്തായാലും ഈ രാവിലെ മുതൽ തുടങ്ങിയ ഈ സജീവമായ ചർച്ചയിൽ അനാവശ്യമായിട്ടുള്ള ചില രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സജീവ ചർച്ചയിൽ പങ്കെടുത്തത് ഈ നഗരസഭയുടെ സജീവതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ കൗൺസിലംഗങ്ങളും സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് നഗരത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾ എന്തായാലും ഈ ഭരണസമിതി ചേർത്ത് പിടിക്കും. 101 വാർഡുകളെ ഒരുപോലെ കാണുന്നതിന്റെ ഉദാഹരണമാണ് സാർ. സാർ, പട്ടിപിടിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. തെരുവുനായ ശല്യം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോ സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മേയറിന്റെ 50 ചുട്ടിലടച്ചു. ഇത് മതിയോ എന്നുള്ള ചോദ്യം ശരിയാണ്. ഇത് പോരാ. പക്ഷെ ഇത് തുറന്ന് ചെയ്യണ്ടേ? ഒരാൾ തുടക്കമിട്ടില്ല സാർ. നിങ്ങൾ ഭരിക്കുന്ന എത്രയോ പഞ്ചായത്തുകളുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടല്ലോ, UDF ഭരിക്കുന്ന വിവിധ കോർപ്പറേഷൻ ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് ചെയ്തു കാണിക്കാൻ കഴിയുമോ? മാത്രമല്ല, നമ്മൾ ചെയ്തത് ശരിയാണെന്ന് ഇന്ന് കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള IAS ഉദ്യോഗസ്ഥ തന്നെ ഇന്ന് സർട്ടിഫിക്കറ്റ് നമ്മൾ തന്നിരിക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരം നഗരസഭ തുടങ്ങിയിരിക്കുന്ന ഈ ക്ഷേത്ര സംവിധാനത്തിന് വളരെ അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത പ്രവർത്തിയുടെ അംഗീകാരമല്ലേ സാർ? സാർ, എന്തായാലും നിരവധി കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ, അതുപോലെ ഹിന്ദിലാബ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഫാർമസി, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് നഗര വികസനത്തിന് മാതൃകയായി മാറിയ ഈ ഭരണസമിതി ഇന്ന് സൂചിപ്പിച്ചതുപോലെ 60 ദിവസമാകുകയാണ്. ഡിസംബർ 26 മേയർ സത്യപ്രതിജ്ഞ, ഡെപ്യൂട്ടി മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയെടുത്ത ഈ ഭരണസമിതി 60 ദിവസത്തിനകത്ത് നിങ്ങളെ കൊണ്ട് ഇത്രയേറെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കാം.
ഇതൊരു തുടർച്ചയായിട്ട് മാറും സാർ. ഈ മാറ്റം നമ്മൾ നിലനിർത്തും.